ഇന്ന് നമുക്ക് അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ നെയ്യപ്പമാണ് കേട്ടോ. ഞാൻ മുമ്പ് ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പഴമൊക്കെ കൂട്ടിയിട്ട് രാത്രി അരച്ച് വെച്ചതായിരുന്നു. അപ്പോൾ പഴമൊന്നും കൂട്ടി വെക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇടുമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഇതിൽ പഴമൊന്നും കൂട്ടിയില്ല, സോഡാമാവ് കൂട്ടിയിട്ടില്ല, തലേന്ന് അരച്ച് വെക്കണ്ട, പെട്ടെന്ന് അരക്കുക, അത് അപ്പം തന്നെ ചുട്ടെടുക്കുക. നല്ല ബബിള് പോലെ എത്ര നേരം ഇരുന്നാലും എത്ര ദിവസം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് 2 കപ്പ് പച്ചരി എടുത്ത് നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം ഞാനിത് അരിച്ച് വെച്ചിട്ടുണ്ട്. നല്ലപോലെ വെള്ളം വാർന്നു പോകണം കേട്ടോ. നല്ലപോലെ വെള്ളം വാർന്നു പോയാലാണ് നമ്മൾ ഇതിലേക്ക് ഇനി കൂട്ടുന്ന വെള്ളങ്ങൾ കറക്റ്റ് അളവായി കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം കളഞ്ഞെടുത്ത അരിനെ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വലിയ മിക്സിൻ്റെ ജാറാണ്. അപ്പോൾ നിങ്ങൾ അരയ്ക്കുകയാണെങ്കിൽ ചെറുതാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വലിയ ജാറായതുകൊണ്ട് ഞാൻ ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ അരച്ചെടുക്കുന്നത്. പിന്നെ ഞാനിത് 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് മുഴുവനും ഒഴിച്ചിട്ടില്ല, 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം മാത്രം അരയണില്ല തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ വേണ്ടി ബാക്കി അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം കൊണ്ട് തന്നെ അരച്ചെടുത്തിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല. അരി കണ്ട നല്ല കട്ടിയിൽ വേണം നമുക്ക് അരി അരഞ്ഞ് കിട്ടാൻ. അതുപോലെ തന്നെ ചെറിയ ഒരു തരി ഉണ്ടോ നോക്കിയാൽ തരി ഉണ്ട്, തരി ഇല്ലേന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ തരിയല്ല, ഒരു ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക. ഞാൻ ആദ്യം ഒഴിച്ച ആ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി വെള്ളം മുഴുവനായിട്ട് ഇതിലുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്ക് അരച്ച മാവിനെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അരി കാണുമ്പോൾ തന്നെ അറിയണ്ടേ, നല്ല ടൈറ്റായിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. അരി അരച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ 2-3 ഏലക്കായൻ്റെ കുരു മാത്രം, തോലെടുക്കണ്ട കേട്ടോ. ഞാൻ ഏതൊരു റെസിപ്പിയിൽ തോലോട് കൂടിയിട്ടപ്പോൾ തോലെടുക്കണ്ട, വിഷമാണ് തോലിലെന്നൊക്കെ പറഞ്ഞ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തോലെടുത്തിട്ടില്ല, തോല് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരു മാത്രം എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ അരിൻ്റെ മാവിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കതിലേക്കുള്ള വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതിലേക്ക് ഒരു 400 ഗ്രാം വെല്ലം ഞാൻ എടുത്തിട്ടുണ്ട്. ചില വെല്ലത്തിന് മധുരം കുറവായിരിക്കും, ചില വെല്ലത്തിന് മധുരം കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 250-300 ഗ്രാം വെല്ലം വേണം കേട്ടോ. ഒരു 2 നാഴി അരിക്ക്. ഞാനത് ഉരുക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം ബാക്കി ഉണ്ടെങ്കിൽ. വെല്ലം ഒന്ന് പൊടിച്ചിട്ടതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് വെല്ലം ഉരുകി കിട്ടിയാൽ മതി. ഒരു നൂൽ പരുവാകേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതാ വെല്ലമൊക്കെ നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഈ മാവിലേക്ക് അരിച്ചിട്ടാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ചില വെല്ലത്തിന് കല്ലും മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ അരിച്ചിട്ട് ഒഴിക്കുക. ഞാൻ 1 കപ്പ് വെല്ലപ്പാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബാക്കി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മാവ് വെന്ത് പോകുള്ളൂ. തിളച്ച ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിക്കണത്. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ആ ലൂസൊന്ന് കുറവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ 1/2 കപ്പ് ഇട്ടിട്ടുണ്ട്. ആദ്യം 1/2 കപ്പ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് ഇട്ടപ്പോൾ പോരാ തോന്നിയപ്പോൾ ഒരു 1/4 കപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ വെല്ലത്തിന് നല്ല മധുരമുള്ള വെല്ലമാണ് കേട്ടോ. ഒരു 3/4 കപ്പ് മൈദമാവ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മൈദമാവ് അല്ലെങ്കിൽ ഗോതമ്പാവ ചേർക്കുന്നത്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. എല്ലാം പാടെ മിക്സാക്കിയതിന് ശേഷം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഏതായാലും നെയ്യപ്പമല്ലേ ചൂടണം, അപ്പോൾ എനിക്ക് കുറച്ച് നെയ്യ് വേണമല്ലോ.
അപ്പോൾ നെയ്യ് വെറുതെ ഒഴിക്കാണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങേൻ്റെ കൊത്ത് ചെറുതാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയും കൂടി ഒപ്പം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങ കൊത്തിട്ട് അതൊന്ന് ഗോൾഡൻ കളറായി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കറുത്ത എള്ളാണ്. നിങ്ങളുടെ അടുത്ത് കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ഇട്ട് കൊടുത്താലും മതി, കറുത്ത എള്ള് ഇട്ട് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ വേണ്ടാത്തവരാണെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 സ്പൂണ് നെയ്യ് മാവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം പാടെ നന്നായിട്ട് എള്ളൊന്ന് പൊട്ടി വന്ന് തേങ്ങ ഒന്ന് ഗോൾഡൻ കളറായതിന് ശേഷം ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യും കൂടി ഉണ്ടാകുമ്പോൾ നെയ്യപ്പത്തിന് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ഒഴിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഇത് പരുവം കാണിച്ചു തരാം മാവിൻ്റെ കേട്ടോ. ഇതേപോലെ വേണം മാവ് നമ്മൾ ഒഴിക്കുമ്പോൾ റിബൺ കൺസിസ്റ്റൻസിയിൽ വേണം ഇതിങ്ങനെ മാവ് താഴത്തേക്ക് വരാൻ. ഫ്ലോയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കും പോലെ ഒഴുകരുത് കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൽ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കി. ഒരിക്കലും ഫ്ലോപ്പാകില്ല. ഫ്ലോപ്പാകാത്ത നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണിത്. ഇനി നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കുകയാണ്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പൊട്ട് പോലും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഈ എണ്ണ ഒഴിച്ച എണ്ണ ഇത് മുഴുവൻ ചുട്ട് കഴിയുന്ന വരെ ഇത്ര തന്നെ എണ്ണ ഉണ്ട് കേട്ടോ. ഒരു പൊട്ട് പോലും എണ്ണ കുടിച്ചിട്ടില്ല. അതാണ് എനിക്ക് ഏറെ പറ്റിയത്. നല്ല ചൂട് വേണം നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ. മാവ് ഒഴിച്ചതിന് ശേഷം നെയ്യപ്പം പൊന്തി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുക. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം 2 ഭാഗം ഒന്ന് ഗോൾഡൻ കളറായ ശേഷം കോരിയെടുക്കുക. ഇതേപോലെ തന്നെ മാവ് കഴിയുന്ന വരെ ചുട്ടപ്പോഴും അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പത്തിനെക്കാട്ടും എനിക്കിഷ്ടമായത് ഇതാണ്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരികയെന്ന് പറഞ്ഞാൽ നമ്മൾ അരി അരച്ച മാവോ അല്ല പെട്ടെന്നൊരു ചുടുവെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിർത്തിയിട്ടൊക്കെ ചുട്ടെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ അരിപ്പൊടിയും കൊണ്ട് ചുട്ടെടുക്കാൻ പറ്റിയൊക്കെ നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ കുളകുളേനെ തിളക്കരുത് കേട്ടോ. നല്ല ചൂട് വേണം. അപ്പോൾ ലാസ്റ്റത്തെ മാവാണ് ഞാൻ ഒഴിക്കണത്. മാവ് ഒഴിച്ചിട്ട് 2 സെക്കൻഡ് ആകുമ്പോഴേക്കും തന്നെ അത് തനിയെ പൊന്തി വരും കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. മാവ് ഒഴിച്ച് അത് അങ്ങനെ നിന്നപ്പോഴേ അത് പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ എല്ലാം അത് ചുട്ടെടുത്തത്. ഇപ്പോൾ ലാസ്റ്റത്തെയാണ് ഇപ്പോൾ നമ്മളിത് ചുടാൻ പോണത്. ആദ്യം മുതൽ അവസാനം വരെ ഉള്ള എല്ലാ നെയ്യപ്പവും ഇതിൽ ഒരേപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തും ഇത് ഫ്ലോപ്പായിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഇതായി പൊളിച്ച് കാണിച്ചു തരാം. ബോറൊക്കെ നല്ല ക്രിസ്പിയാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. തൊടാൻ പറ്റണില്ല. അതാണ് ഉള്ളു കണ്ടോ. നല്ല ആലല പോലെ ഉണ്ട് ഉള്ളു. നല്ല ആര എടുത്തിട്ട് നല്ല അടിപൊളി നെയ്യപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബായ്.